ഷേരു, എടോ ഷേരു, ഷേരു. ഓ, എന്തൊരുറക്കമായത്. ഒലിക്ക് വിളിക്ക. അയ്യോ അമ്മേ, എൻ്റെ കാലേ. ഏ എന്തോ സൂത്ര? എൻ്റെ അമ്മേ, കൂർത്ത കല്ല് കാലിൽ കൊണ്ടു. തനിക്ക് ഈ ഗുഹയൊന്ന് വൃത്തിയാക്കി വെച്ചൂടേടോ? ഓ ശരിയാ, കുറെ കൂടി വൃത്തിയുള്ള കല്ല് കൊണ്ടിടണം. പിന്നെ എന്തൊരു ഉറക്കമാ തൻ്റെ. ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? ഏ താൻ വിളിച്ചോ? പിന്നല്ലാതെ, കുലിക്ക് വിളിക്കാൻ വന്നപ്പോഴല്ലേ കാലിൽ കല്ല് കൊണ്ട് കയറിയത്. ഓ. താൻ വിളിച്ചത് കേട്ടില്ല, കരഞ്ഞത് കേട്ടു. ഇനി മുതൽ താൻ വിളിക്കണ്ട, കരഞ്ഞാൽ മതി. എടോ, താൻ അറിയാതെ പറഞ്ഞതാണെങ്കിലും അതിലൊരു ശാസ്ത്രമുണ്ട്. ഏത്, കരഞ്ഞതിലോ? അല്ലടോ, അടുപ്പമുള്ളവരുടെ കരച്ചിൽ കേട്ടാൽ ആരും ഞെട്ടി ഉണരും. താൻ പറഞ്ഞത് ശരിയാ. ഉണർത്താൻ വിളിക്കണ്ട, കരഞ്ഞാ മതി. അതാ അല്പനും ചെൽപ്പനും. പറഞ്ഞത് സത്യമാണോ? കരച്ചിൽ കേട്ടാൽ ഉണരുമോ? ഉണരും, അതിലാ ശാസ്ത്രമുള്ളത്. അൽപ്പാവാ, എങ്കിൽ നമുക്ക് അച്ഛനെ ഉണർത്താം. നമ്മൾ പോരുമ്പോ നല്ല ഉറക്കത്തിലാ. നമ്മുടെ ശാസ്ത്രം കൊണ്ട് അവന്മാർക്ക് ഗുണം കിട്ടി. ചേട്ടാ ഉണരുന്നില്ല, ഒന്ന് വന്ന് നോക്കാമോ? ഏ ദേ, നിങ്ങളുടെ അച്ഛനല്ലേ ഉണർന്ന് വടി പോലെ നിൽക്കുന്നത്. അച്ഛന്റെ കാര്യമല്ല, അടുപ്പമുള്ളവരുടെ കരച്ചിൽ കേൾപ്പിച്ച് അച്ഛനെ ഉണർത്താമെന്ന് വിചാരിച്ചതാ. കരച്ചിലുണ്ടാക്കാൻ ഞാൻ അൽപ്പന്റെ തലക്കടിച്ചു. അവന്റെ ബോധം പോയി. ഞങ്ങൾ എത്ര കരഞ്ഞിട്ട് ഉണരുന്നില്ല.